എന്താ മോളെ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? ഈ ലോകം തന്നെ മറന്ന് നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല അമ്മൂമ്മേ. എന്റെ അനിയത്തിയെ സിറ്റിയിൽ പഠിക്കാനായി വിട്ടിട്ട് വന്നില്ലേ, എങ്ങനെയായിരിക്കുന്നേന്ന് ആലോചിച്ചതാ. നല്ല കാര്യമല്ലേ? അതിൽ ഇത്ര ചിന്തിക്കാൻ എന്താണുള്ളത്? അമ്മൂമ്മ, ഇത് നല്ല കാര്യാ. പക്ഷേ ഇതുവരെയും എന്റെ അനിയത്തി എന്നെ വിട്ട് എവിടെ ഇരുന്നിട്ടില്ല. ഇത് അറിയാത്ത നാട്, അറിയാത്ത സ്ഥലം. അവളവിടെ എങ്ങനെ ഇരിക്കുമോ? അയ്യോ, നീ എന്തിനാ പേടിക്കുന്നേ? അവളവിടെ ഒറ്റയ്ക്കല്ലല്ലോ. അവളോടൊപ്പം ഒരുപാട് പേരില്ലേ? ഒരുപാട് പേർ പഠിക്കാനും അവിടെ വരില്ലേ? അത് സത്യമാ. പക്ഷെ അവിടെ എല്ലാവരും പുതിയതല്ലേ, ആരെങ്ങനെയാണെന്നറിയില്ല. ആരോടൊപ്പം അവൾ സെറ്റാകുമോ? നിന്റെ അനിയത്തി ശരിക്കും അവിടെ നന്നായിരിക്കും. ആവശ്യമില്ലാതെ നീ ഒന്ന് ചിന്തിക്കണ്ട. നീ നിന്റെ പണികൾ ചെയ്തിരിക്കെ. ശാരദയ്ക്ക് അവളുടെ ചെറുപ്പകാലം ഓർമ്മയിൽ വന്നു. ശാരദ അവളുടെ അനിയത്തിയെ നന്നായി നോക്കുന്നതിനു വേണ്ടി ഗ്രാമത്തിലുള്ള ഒരുപാട് വീടുകളിൽ പണിയെടുത്ത് അവർ കൊടുക്കുന്ന ഭക്ഷണം തന്റെ അനിയത്തിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. രുക്മിണിയെ സ്കൂളിലാക്കിയിട്ട് ശാരദ ജോലി ചെയ്യാൻ പോകും. അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയിൽ അവളുടെ അനിയത്തിയെ നന്നായി പഠിപ്പിച്ചിരുന്നു. ശാരദയുടെ കഠിന പ്രയത്നം കൊണ്ട് അവളുടെ അനിയത്തി നന്നായി പഠിച്ച് അവൾക്കിപ്പോ ഒരു കോളേജിൽ സീറ്റും കിട്ടിയിരുന്നു. ഇപ്പോ ചിലവുകളും കൂടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ വീണ്ടും കഠിനമായി പ്രയത്നിക്കണമെന്ന് ശാരദ തീരുമാനിച്ചു. അറിയുന്നവരോട് ഒരു കൃഷിയിടം വാടകയ്ക്കെടുത്ത് രാത്രി പകലെന്ന് ശാരദ കഠിനമായി പ്രയത്നിച്ചു. സമയം കിട്ടുമ്പോൾ പണക്കാരുടെ വീട്ടിൽ പാചകം ചെയ്യാനും പോയിരുന്നു. അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ അവളുടെ അനിയത്തിയുടെ പഠിപ്പിനായി അയച്ചുകൊടുത്തു. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം തന്റെ അനിയത്തി സുഖമാണോന്നറിയാൻ അവൾ ഒരു ലെറ്റർ എഴുതി. അനിയത്തിയും അവൾക്കൊരു ലെറ്റർ എഴുതി. അനിയത്തിയുടെ ലെറ്റർ കണ്ടതും ശാരദ ഒരുപാട് സന്തോഷിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം അവളുടെ അനിയത്തി ഒരു ലെറ്റർ അയച്ചു. അതിൽ അവൾ വീട്ടിലേക്ക് വരുന്നു എന്ന് എഴുതിയിരുന്നു. അത് കണ്ട് ശാരദ ഒരുപാട് സന്തോഷിച്ചു. അനിയത്തി വീട്ടിൽ വരുന്നു എന്ന് അവൾക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി. വീടും അവൾക്ക് ഇഷ്ടമുള്ള പോലെ ശുചിയാക്കി. വീട്ടുമുറ്റത്ത് ഭംഗിയുള്ള കോലവും ഇട്ടു. അനിയത്തിക്ക് വേണ്ടി പുതിയ ഡ്രസ്സുകളും വാങ്ങിവെച്ചു. ശാരദ അവളുടെ അനിയത്തിക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ച് അവസാനം ആ നാളും വന്നു. അതുകൊണ്ട് ശാരദ അവിടെ നിന്ന് പുറപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവളുടെ അനിയത്തി എപ്പോ വരുമെന്ന് കാത്തിരുന്നു. അപ്പോ ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് വന്ന് നിന്നു. അതിൽ നിന്ന് ഒരുപാട് പേർ ഇറങ്ങി വന്നു. പക്ഷെ അവളുടെ അനിയത്തി അവിടെയില്ല. അപ്പോ ഒരു പെണ്ണ് മോഡേൺ ഡ്രസ്സിട്ട് ശാരദയെ വിളിച്ചു. അത് കേട്ട് അവൾക്ക് എന്തു പറയണമെന്നേ മനസ്സിലായില്ല. അവൾ ആ പെണ്ണിനെ സൂക്ഷിച്ചു നോക്കി. അപ്പോ രുക്മിണി മുഖത്തിലെ തുണിയെടുത്ത് ചേച്ചിയെ വിളിച്ചു. ചേച്ചി, എന്നെ മനസ്സിലായില്ലേ? തന്റെ അനിയത്തിയുടെ ശബ്ദമാണെന്ന് ശാരദ തിരിഞ്ഞു നോക്കി. അപ്പൊ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്, അവളുടെ ലുക്ക് കണ്ട് ശാരദ ഷോക്കായി. എന്താ മോളെ, തുണിയില്ലേ? ഈ ചെറിയ തുണി എന്തുകൊണ്ടാ ഇട്ടിരിക്കുന്നത്? ആരാത് നിനക്ക് വാങ്ങിയത്? ചേച്ചി, സിറ്റിയിൽ എങ്ങനെ വസ്ത്രം അണിയുള്ളൂ? ഇത് ഇട്ടാലേ നമുക്ക് കുറച്ചെങ്കിലും മര്യാദ കിട്ടുള്ളൂ. എന്താ ഇതൊക്കെ? പഠിക്കാൻ നിന്നെ സിറ്റിയിൽ അയച്ചപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതൊക്കെ പഠിച്ചിട്ട് വന്നത്? അവൾ ഇതുപോലെ അനിയത്തിയോട് സംസാരിക്കുമ്പോൾ അനിയത്തിയുടെ പുറകെ ഒരു ചെക്കൻ വന്ന് നിന്നു. ഹായ്, ഹൗ ആർ യു? അങ്ങനെ ശാരദയോട് പറഞ്ഞു. കുറച്ചുനേരം ശാരദ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ചേച്ചി, അവൻ നിങ്ങളെ ഇംഗ്ലീഷിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതാ. ഇവൻ എന്റെ ഫ്രണ്ടാണ്. ഈ പെണ്ണിന് എന്തു പറ്റി? ചെക്കനെ പോലെ ഡ്രസ് ഇട്ടിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെയാണോ? നീ എന്തിനാ ഇങ്ങനെ ആളുകളോടൊപ്പം ഫ്രണ്ടായത്? ചേച്ചി, ഇത് പെണ്ണല്ല, ചെക്കനാ. എന്താ പറഞ്ഞേ? പയ്യനോ? നീ ഇപ്പൊ ചെക്കന്മാരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? ചെക്കനോടൊപ്പം ഇരിക്കുന്നു. അതുമാത്രമല്ലാതെ അവനെ ഗ്രാമത്തിലേക്കും കൊണ്ടുവന്നു. എന്താ, നിനക്ക് പെണ്ണിനെ കിട്ടിയില്ലേ? ചേച്ചി, സിറ്റിയിൽ പെണ്ണും ചെക്കനുമെല്ലാം ഒന്നു തന്നെയാ ചേച്ചി. ഒരാൾ കുറവ് ഒരാൾ മുകളിലെന്നല്ല. അതൊക്കെ നിങ്ങളുടെ പട്ടണത്തിൽ, ഇത് ഗ്രാമം. ഇവിടെ ഒരു പെണ്ണ് ചെക്കനോട് സംസാരിച്ചാൽ എല്ലാവരും മോശമായി സംസാരിക്കും. നീയാണെങ്കിൽ അവനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ ആരാന്ന് പോലും എനിക്കറിയില്ല. അവൻ നല്ലവനാ ചേച്ചി. കോളേജിൽ എനിക്കെല്ലാം പഠിപ്പിച്ചത് അവനാണ്. അവനിൽ നിന്നെല്ലാം പഠിച്ചത്. എന്താ അത്രയ്ക്ക് പഠിപ്പിച്ചത്? ആവശ്യമില്ലാത്തത് പഠിപ്പിച്ചിരിക്കും. ഇനി ഗ്രാമത്തിൽ തലയുയർത്തി എങ്ങനെ നടക്കും? എല്ലാവരും എന്തു ചിന്തിക്കുമോ? ഇപ്പൊ ഈ ചെക്കൻ എവിടെ താമസിക്കും? നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിൽ. സിറ്റിയിൽ പെണ്ണും ചെക്കനൊക്കെ ഒരേ സ്ഥലത്തുണ്ടാകും, ഒരേ വീട്ടിലിരിക്കും. ഇനിയൊരു വാക്കുമിണ്ടെന്നെ പല്ലടിച്ചു പൊട്ടിക്കും. എല്ലാവരും ഒരു സ്ഥലത്തിരിക്കുന്നു. നിനക്കെങ്ങനെ അറിയാം? നീ ഹോസ്റ്റലിലല്ലേ? ഇല്ല ചേച്ചി, ഞാൻ ഹോസ്റ്റലിലല്ല. ഇവന്റെ ഒപ്പം ഇവന്റെ റൂമിലാ ഞാൻ താമസിക്കുന്നത്. അത് കേട്ടത് ശാരദയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞില്ല. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. ഗ്രാമത്തിൽ തലയുയർത്തി എങ്ങനെ നടക്കുമെന്നും അറിയില്ല. അവൻ നല്ല പയ്യനായിരിക്കാം, പക്ഷെ നമ്മളോടൊപ്പം വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ശരി, നമ്മുടെ അമ്മൂമ്മ ശാന്താദേവിയില്ലേ? അവൻ അവിടെ ഇരുന്നോട്ടെ.
പക്ഷേ ശാരദ അതിനും സമ്മതിച്ചില്ല. രുക്മിണി ഒരുപാട് അപേക്ഷിച്ച് ശാരദയുടെ ആ പയ്യൻ താമസിക്കാൻ പെർമിഷൻ വാങ്ങി. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് അവളെ പേടിപ്പിച്ചു. അവസാനം വേറെ വഴിയില്ലാതെ ശാരദ തന്റെ അനിയത്തിയോടുള്ള സ്നേഹത്തിൽ ആ പയ്യനെ അവരോടൊപ്പം താമസിക്കാൻ അവൾ പെർമിഷൻ കൊടുത്തു. ആ പയ്യനെയും അവളെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ പോയതിനു ശേഷം അവളുടെ കൈകൊണ്ട് നന്നായി ചെയ്ത് എല്ലാ പലഹാരങ്ങളും അവർക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തു. അത് കണ്ട് രുക്മിണിയുടെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു. എനിക്കൊന്നും ഇത് വേണ്ട. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ 65 അങ്ങനെയുള്ള ഐറ്റംസാ വേണ്ടത്. ഇങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും വേണ്ട. അവൻ എന്താ പറയുന്നേ? അവനങ്ങനെ പറയുമ്പോ നീ എന്താ മിണ്ടാതിരിക്കുന്നേ? പിന്നെ എന്താ ചേച്ചി, ചെറുപ്പം തൊട്ട് കഴിച്ച് കഴിച്ച് എനിക്ക് ബോറടിക്കുന്നു. നിനക്കൊരുപാട് ഇഷ്ടമെന്ന് കരുതിയല്ലേ ഞാനിതൊക്കെ ചെയ്തത്. എനിക്കിത് ഇഷ്ടമല്ല ചേച്ചി, ഇനി ഇങ്ങനെ ചെയ്യണ്ട. ശരി, ഇപ്പൊ ഇത് കഴിക്കേ. ഞങ്ങൾ വെളിയിൽ പോയി കഴിച്ചോളാം. അതെ ചേച്ചി, ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോളാം. അങ്ങനെ നിങ്ങൾ പുറത്തു പോകരുത്. ഇത് ഗ്രാമം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കറങ്ങാൻ ഇത് സിറ്റിയാണെന്ന് കരുതിയോ? ചേച്ചി, നിങ്ങൾ നിങ്ങളുടെ സംസാരം എന്തിനാ എന്നെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എല്ലാം ഇങ്ങനെ ചിന്തിക്കൂ. നിന്റെ അനിയത്തി എങ്ങനെയാ നിനക്കറിയില്ലേ? എല്ലാരും പറ്റി ആലോചിച്ച് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എത്ര ദിവസം വരെ ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റും? കുറച്ചുനേരം കൊണ്ട് വീട്ടിൽ വന്നു ശാന്താദേവി. അങ്ങനെ വരുമ്പോൾ അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും എടുത്തുകൊണ്ടുവന്നു. മോളി ശാരദ, അനിയത്തി വന്നു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത്. രുക്മിണി ഒരുപാട് മാറിയല്ലോ. ശരി, ഒരുപാട് ക്ഷീണം കാണും. നന്നായി ഭക്ഷണം കഴിച്ച് നിങ്ങൾ റെസ്റ്റ് എടുക്ക്. അങ്ങനെ പറഞ്ഞ് അവരവിടുന്ന് പോയി. ശാരദ, രുക്മിണി, പിന്നെ രുക്മിണിയുടെ സുഹൃത്ത് 3 പേരും ചേർന്ന് വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ശാരദ അവളുടെ പണികൾ ചെയ്യാൻ വീടിനുള്ളിൽ പോയി. രുക്മിണി മുറ്റത്ത് നിന്നുകൊണ്ട് അവളുടെ സുഹൃത്തിനൊപ്പം സിഗരറ്റ് വലിച്ചു. ഉടനെ അത് ശാരദയും കണ്ടു. ഉടനെ അവൾ അനിയത്തിയുടെ അടുത്ത് വന്ന് അടിച്ചത് വലിച്ചെറിഞ്ഞു. അവളങ്ങനെ പെട്ടെന്ന് പെരുമാറിയത് കണ്ട് 2 പേരും ഷോക്കായി. എന്തിനാ ചേച്ചി അടിച്ചത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അടിക്കല്ല, നിന്നെ കൊല്ലണം. എന്താ ചെയ്യുന്നേ നീ? പക്ഷെ ഞാൻ എന്താ ചെയ്ത്? പെണ്ണായിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. അതേ വലിച്ചു. അതിലെന്താ തെറ്റ്? തെറ്റ് ചെയ്ത പോലെ എന്തിനാ അടിക്കുന്നേ? പെണ്ണുങ്ങളൊക്കെ സിഗരറ്റ് വലിക്കുമോ രുക്മിണി? പെണ്ണും ആണുമൊക്കെ സമമാണ്. ഇതേ ചെയ്യാവോ ഇതേ ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒരു പെണ്ണിനെ എന്ത് ചെയ്താൽ ഇഷ്ടമാണോ അത് അവൾ ചെയ്യാം. എവിടെ വേണമെങ്കിലും ഇരിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും ഇരിക്കാം. നിന്നെ പഠിക്കാനായി അയച്ചപ്പോൾ നാണം കെടുത്തുന്ന പോലെ ഇതൊക്കെ ചെയ്തു നീ. നീ ശരിക്കും പഠിക്കുന്നുണ്ടോ? നിന്റെ കോളേജിൽ ഇതാണോ പഠിപ്പിക്കുന്നത്? ഞാൻ സന്തോഷപ്പെടുന്ന കണ്ട് നിനക്ക് അസൂയാണല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നെ എപ്പോഴും വഴക്ക് പറയുന്നേ? അങ്ങനെ പറഞ്ഞ രുക്മിണി ദേഷ്യത്തിൽ അവളുടെ സുഹൃത്തിനെ കൊണ്ട് അവിടുന്ന് അകത്തേക്ക് പോയി. അനിയത്തി അങ്ങനെ പറയുന്ന കേട്ട് ശാരദ ഒരുപാട് വിഷമിച്ചു. ഉറങ്ങാൻ സമയമായതുകൊണ്ട് ശാരദ അകത്തേക്ക് വന്നു. അപ്പോ അവിടെ നടക്കുന്നത് കണ്ട് ശാരദ ഒരുപാട് ഷോക്കായി. രുക്മിണി, എന്താ ചെയ്യുന്നേ നീ? ഇതൊക്കെ ചെയ്യുന്നത് നിന്നെ ആരാ പഠിപ്പിച്ചത്? നീ എവിടുന്നാ പഠിച്ചത്? ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ? എന്തിനു ബഹളം വെക്കുന്നേ? എന്താ ചെയ്യുന്നേന്ന് ചോദിക്കുന്നു. കല്യാണത്തിന് മുന്നേ ആ ചെക്കനെ നീ കെട്ടിപ്പിടിക്കുന്നു. അയ്യോ ചേച്ചി, ഇത് സിറ്റിയിലെ കൾച്ചറാണ് ചേച്ചി. ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയാ പരസ്പരം കെട്ടിപ്പിടിക്കും. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങും. ഇത് സിറ്റിയിലെ സാധാരണമായ കാര്യമാ. അനിയത്തി പറയുന്നത് കേട്ട് ശാരദയ്ക്ക് എന്ത് പറയണമെന്ന് തന്നെ മനസ്സിലായില്ല. അവൾ അവിടുന്ന് റൂമിലേക്ക് പോയി. രാവിലെ മുതൽ ചേച്ചിയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ അവൾ അവിടെ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ശാരദയോട് പറയാതെ തന്നെ ആദ്യ ബസ്സിൽ തന്നെ അവളുടെ സുഹൃത്തിനോടൊപ്പം അവൾ സിറ്റിയിലേക്ക് പോയി. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.